If the length of a rectangle is increased by 12% and breadth is decreased by 8%, then the net effect on the area is. നീളം 12% കൂടുന്നു, വീതി 8% കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ഏരിയയ്ക്ക് വരുന്ന മാറ്റം എന്ത്? സോ വളരെ പെട്ടെന്ന് ഈ ചോദ്യം നമുക്ക് ചെയ്യാം. ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്താൽ മതി, a പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഓർത്താൽ മതി. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻക്രീസ് ആണ്, അപ്പോൾ +12%. ബി എന്ന് പറയുന്നത് ഡിക്രീസ് ആണ്, -8%. ഓക്കെ, സോ എക്ക് പകരം 12, ബിക്ക് പകരം -8 പ്ലസ് എ ബി 12 × -8 ഡിവൈഡഡ് ബൈ 100. 12 + -8, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം എടുക്കണം. 12ൽ നിന്ന് 8 കുറച്ചാൽ 4, വലുതിൻ്റെ ചിഹ്നം 4 ആണ്. പ്ലസ് 12 × 8 96, മൈനസ് വരുന്നുണ്ട്, 12 × -8 ആണ്, അപ്പം -96 ഡിവൈഡഡ് ബൈ 100. സോ 4 + 96/100 എന്ന് പറയുമ്പോൾ -0.96 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെയും വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, അപ്പോൾ എത്ര കിട്ടും? 3.04% എന്ന് കിട്ടും. ഫൈനൽ ആൻസർ നമുക്ക് പ്ലസ് അല്ലേ കിട്ടിയത്. സോ ഇൻക്രീസ്ഡ് ബൈ 3.04, ഇൻക്രീസ്ഡ് ബൈ 3.04 എന്ന് നമുക്ക് ആൻസർ കിട്ടും.